Hi guys. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ പള്ളിയാൻ കൊണ്ടിട്ട് ലാസ്റ്റാണ് ഞാൻ പള്ളിയിലേക്ക് എത്തിയത്. അങ്ങനെ കുറച്ച് ദിവസത്തെ പ്രസംഗവും കേട്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ പെരുന്നാൾ നിസ്കാരത്തിലേക്ക് കിടന്നു. ചെക്കന്മാരെല്ലാം സീയും കോസ്റ്റ്യൂമിലാണ് പള്ളിയിലേക്ക് എത്തിയിട്ടുള്ളത്. നമ്മൾ പള്ളിയിൽ നിന്ന് നോമ്പോറൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കണ്ടവൻ ആൾക്കാരെ നമുക്ക് മിസ്സായിപ്പിക്കുന്നു വീഡിയോയിൽ. ഇതിലെല്ലാവരും കൊള്ളിക്കണം എന്നാണ് എനിക്ക് ഒരു ബോധമില്ലാണ്ട് മുണ്ടും മുക്കി പിടിച്ച പള്ളീൻ്റെ ഉള്ളിൽ കൂടെ നടക്കണം. അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ ഉപ്പാനെയും ഏട്ടന്മാരെല്ലാം കൂട്ടി നേരെ ഉമ്മാൻ്റെ കബറിങ്ങിലേക്ക് പോയി. ഇതൊക്കെയാണ് ലൈഫ്. ചങ്ങായിമാരെയും കൂട്ടി സൈക്കിളിൽ സീൻ തന്നെ. ഫോട്ടോ എടുത്ത് ചോദിച്ചിട്ട് വന്നതാ. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ രണ്ടാൾ ഓടി. അങ്ങനെ കുറച്ചേരം ഓരോ മോട്ടറായി. പിന്നെ മാമനും മക്കളെല്ലാം വന്ന് എല്ലാവരും പെട്ടെന്ന് തന്നെ പോയി. ഉമ്മച്ചില്ലാത്തതിനെ കൊണ്ട് ഇപ്രാവശ്യം പുറല് വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. കൂളിംഗ് ഗ്ലാസ് കിട്ടിയപ്പോൾ ചെക്കൻ്റെ പവർ എന്താ. ഇതാണ് നമ്മളെ സവാദും എൻ്റെ പെണ്ണുങ്ങളും. അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ലാമി ഒരേ കരച്ചില്ല. പിന്നെ എന്തെല്ലോ കാട്ടി കുറച്ച് ഫോട്ടോസ് അങ്ങ് എടുത്ത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കൂടി അങ്ങ് എടുത്ത്. അങ്ങനെ എല്ലാ പെരുന്നാക്കത്തെയും പോലെ എന്നെ കൂട്ടാൻ ഇച്ചെത്തി. അങ്ങനെ നമ്മൾ ഓൻ്റെപ്പുറം കയറി നേരെ നമ്മൾ ചങ്ങായിമാരുടെ അടുത്തേക്ക് വിട്ട്. വെള്ളിയാഴ്ച അതിനെ കൊണ്ട് എന്തായാലും ഇവിടുന്ന് കമ്പളക്കാട് എത്തുമ്പോഴത്തേക്ക് ജുമാൻ്റെ സമയമാണ്. അങ്ങനെ നേരെ ജുമാ നിസ്കരിച്ച് പിന്നെ അടുത്ത പരിപാടിയിലേക്ക് ഇടാം. പെരുന്നാക്കത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കണമല്ലോ. അങ്ങനെ കുറച്ച് ഫോട്ടോസ് നമ്മൾ എടുത്ത്. നല്ല ചൂടായ കൊണ്ട് എന്താ കഴിക്കാൻ വെച്ചിരിക്കുമ്പോൾ വളവിൽ ഐസ്ക്രീമിൽ പെരുവ് ഓഫറാന്ന് പറഞ്ഞു. എന്നാൽ പകുതി പൈസ കിട്ടിയത് കൊണ്ട് വലുതന്നെ അങ്ങ് മേടിച്ച്. ചെക്കന്മാരും ഹാപ്പി, നമ്മളും ഹാപ്പി. ഇതാണ് തിന്നിട്ട് തീരണ മക്കളെ എല്ലാവർക്കും അങ്ങ് കൊടുത്ത്. മജന്നെ സീന് എല്ലാ കൂട്ടത്തിലുണ്ട്. ഇമ്പോർട്ടഡ് മാത്രം എടുത്തെടുത്തേ. അതാണ് നമ്മളെ ചമ്പ. അങ്ങനെ ഐസ്ക്രീം കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് നമ്മളെ അജുവിൻ്റെ വാപ്പാൻ്റെ കടയത്തെ ഫ്രഷ് ജ്യൂസ് കുടിക്കാനാണ്. ഈ ചൂടത്ത് ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാ. ഗ്ലാസ് ഇട്ട് നോക്കും. പിന്നെ അതിട്ടിട്ട് ഒരേ ഷോ ആ ചങ്ങായി. അങ്ങനെ ആടുന്ന് നേരെ വണ്ടി എടുത്ത് നമ്മൾ റാഷീൻ്റെ പുറകെ പോയി. വായത് പോയി കോസ്റ്റ്യൂം എല്ലാം സെറ്റാക്കി ഫോട്ടോ എടുക്കാൻ കണക്കായിട്ട് ഇറങ്ങി. ഇതാണ് റാഷീൻ്റെ സീനാണ്. ഒടുക്കത്തെ സീൻ. ചെന്നൈ മട് റിഷാന്റെ വണ്ടിയിട്ട് ഓഡിയൻസ് ഓനാൻ കഴിയില്ല. അവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് നമ്മളെ കൊയിലേരിയുള്ള കഫേയിലേക്കാണ്. ഇവിടെയാണ് കാലുത്താൻ സ്ഥലമില്ല. എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുള്ള. ഇവരാണെങ്കിൽ കല്യാണത്തിന് വന്നാണ്ട. പിന്നെ ഇന്നാ കാണുന്നത്. പിന്നെ അവിടുന്ന് ഒരു കോഫിയും കുടിച്ച് നേരെ നമ്മളെ പനവരത്ത് ചങ്ങായിമാരെ പുരേക്കാം. അങ്ങനെ ഫാനിൻ്റെ വരെയെന്ന് കുറച്ച് ചോറും കഴിച്ച് പിന്നെ നമ്മളെ ഗൾഫിലുള്ള മനാഫിൻ്റെ വരെ പോയി. അവിടുന്ന് ഒരു ജ്യൂസും കുടിച്ച് നേരെ പുരേക്കാൻ പോയി. അപ്പോൾ പെരുന്നാൾ വ്ലോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.